എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് കൂടെ നിർത്തുകയും ചെയ്തിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം, ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദാക്കൽ, ഏക സിവിൽ കോഡ് നടപ്പിലാക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് ഹിന്ദുത്വ വികാരം ഉണ്ടാക്കി അത് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉന്നം. മോഡി ഗ്യാരണ്ടി എന്ന അവകാശവാദവും അവർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ആദ്യഘട്ടങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാവിധ ചെപ്പടി വിദ്യകളെയും ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ ഓരോന്നും കഴിയുമ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ. മാത്രമല്ല, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക തകർച്ച തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ അവസാന ഘട്ടമാകുമ്പോഴേക്ക് നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. ഭരണഘടനാ സംരക്ഷണവും അതുപോലെ സംവരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾക്കൊപ്പം ഉയർന്നു വരികയും ചെയ്തു. വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളെ ജനകീയ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെറുക്കുക എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. കർഷകരും തൊഴിലാളികളും വനിതകളും വിദ്യാർത്ഥികളുമെല്ലാം നടത്തിയിട്ടുള്ള സമരങ്ങൾ, പോരാട്ടങ്ങൾ രാജ്യത്തെ കർഷകർക്കും പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കും എതിരായി നിലകൊള്ളുന്ന BJP ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള നേതാക്കൾ ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്ന തരത്തിലുള്ള ക്യാമ്പയിൻ പോലും ഈ ജനകീയ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇന്ത്യയിൽ ഉണ്ടായി എന്നുള്ളത് വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇത്തരത്തിലുള്ള ശക്തിയായ ജനങ്ങളുടെ പ്രതിഷേധത്തോടെ സമനില തെറ്റിയ രീതിയിലാണ് പിന്നീട് പ്രധാനമന്ത്രിയുടെ ക്യാമ്പയിൻ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും ചൂണ്ടിക്കാണിക്കാത്ത രീതിയിൽ വർഗീയ ധ്രുവീകരണത്തിൻ്റെ പ്രശ്നങ്ങളാണ് പിന്നെ ഉന്നയിച്ചത്. മാത്രമല്ല, അദ്ദേഹം പച്ചയായ രീതിയിൽ മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു വാർത്താ സമ്മേളനവും നടത്താൻ കൂട്ടാക്കാതിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞ സംഭവവികാസങ്ങൾക്ക് ശേഷം ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരായി ശക്തിയായ വിശദീകരണം നൽകിക്കൊണ്ടുള്ള 70ഓളം അഭിമുഖങ്ങളാണ് നൽകിയിട്ടുള്ളത് എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കാനാവുന്നത്. 70 അഭിമുഖങ്ങൾ ഇതിനിടയിൽ നൽകുകയുണ്ടായി. പിന്നീട് ഞാൻ ജനിച്ചത് സാധാരണ രീതിയിലല്ലെന്ന് പ്രധാനമന്ത്രി വ്യാഖ്യാനിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ നേരവകാശിയാണ് താനെന്ന പ്രഖ്യാപനവും നടത്തി. എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഗാന്ധിജി അറിയപ്പെട്ടത് ഗാന്ധി സിനിമയിലൂടെയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന നിലവരെ ഉണ്ടായി. ഇതിനപ്പുറം ഒരു അപവാദം ഗാന്ധിജിക്ക് നേരെ വരാനില്ല. ഗാന്ധി വധത്തേക്കാൾ വലിയ വധമാണ് യഥാർത്ഥത്തിൽ ഈ നരേന്ദ്ര മോഡിയുടെ ഈ പ്രസ്താവനയിലൂടെ വന്നത്. ലോകം അറിയുന്ന രാഷ്ട്രീയ നേതാക്കൾ ഐൻസ്റ്റീനും ലെനിനും ഹോച്ചിമിനും നെൽസൺ മണ്ടേലയും ഉൾപ്പെടെയുള്ള